Come on guys, let's make viral Ifa chicken. ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ക്രീമി ചീസ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ടൊരു മിക്സി എടുക്കാം. 3 മുട്ട പുഴുങ്ങിയത്, വെള്ളം മാത്രം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സ്ലൈസ് ഓഫ് ചീസ് ഒരു 3 ഇട്ട് കൊടുക്കാം. 3-4 ടീസ്പൂൺ പാൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഒഴിക്കാം. ഇനി ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ ഓയിൽ ഒരു 1/2 കപ്പോളം ഒഴിച്ചു കൊടുക്കണം. ഇനി അത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് കട്ടിയാവണ വരെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നല്ല തിക്ക് പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമ്മുടെ ചിക്കൻ അങ്ങോട്ട് മാഗ്നേറ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു ഫുൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇനി ചിക്കനിൽ പുരട്ടാനുള്ള മസാല സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വിനീഗർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ടീസ്പൂൺ തൈരും കൂടി വെച്ച് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ചിക്കനിലേക്ക് അങ്ങോട്ട് മസാല പുരട്ടി അങ്ങോട്ട് വെക്കാം. ഏകദേശം ഒരു 2 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. അങ്ങനെ റെസ്റ്റിന് ശേഷം നമ്മുടെ ചിക്കൻ അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഓയിലിൽ. മീഡിയം ഫ്ലെയിമിലിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഞാനിത് വേറൊരു പാനിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. ഇനി നമ്മൾ ആദ്യം ഉണ്ടാക്കിയ ചീസി ക്രീം ഇതിൻ്റെ മേലെ കണ്ട് പൊത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഇഫ ചിക്കൻ ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചപ്പാത്തിയും കൂട്ടിയാണ് ഇത് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് മീറ്റാണ്, നല്ല ചീസി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ കഴിച്ചു കഴിഞ്ഞപ്പോൾ കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. വെറുതെ ഇത് വൈറലാവാൻ കാരണം അത്ര കിടിലൻ സാധനമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.